സച്ചി, നീ എല്ലാരോടും കളിക്കുന്ന പോലെ സുതിയോട് കളിക്കാൻ വരരുത്. വന്നാ നീ എന്ത് ചെയ്യടാ? വന്നാ നിന്നെ ഞാൻ അടിക്കും. ഒന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അങ്ങനെ സച്ചി അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ സുതിരെ കഴുത്തിനിട്ട് ഇങ്ങനെ പിടിക്കാണ്. പിടിച്ചിട്ട് രണ്ട് പേട്ട ഇങ്ങനെ പെട്ടയ്ക്കാണ്. പെട്ടച്ച് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ ഇടി ഇടിക്കാൻ വേണ്ടി നിൽക്കണ സമയത്ത് നമ്മുടെ രവിയേട്ടൻ വരികയാണ്. രവിയേട്ടൻ വന്നിട്ട്, ദാ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നെ കാണുമ്പോ കണ്ണുപൊട്ടനായിട്ടോ അല്ല ചെവി കേൾക്കാത്ത ആളായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? അപ്പൊ ഈ ചന്ദ്രമതി, എന്റെ മോൻ സുതിയല്ല കുറ്റക്കാരൻ, നിങ്ങളുടെ മോൻ സച്ചിയാണ്. നീ മിണ്ടരുത്, നീ ഒരക്ഷരം മിണ്ടരുത്. നീ ഒരു അമ്മയാണോ? ഒരു മക്കള് തെറ്റുവഴിയിൽ തെറ്റായിട്ട് സഞ്ചരിക്കുമ്പോ അത് തിരുത്തിയിട്ട് നല്ല വഴിക്ക് കണ്ടിട്ടാണോ അമ്മയുടെ ഒരു കടമ? നീ അതാണോ ചെയ്യണത്? നിനക്കൊന്ന് നന്നായി കൂടെ ചന്ദ്രേ. നീ എന്തെങ്ങനെ? കഷ്ടം. ഈ പ്രായമായില്ലേ നിനക്ക്? നീ ഒന്ന് താഴ്ത്തു നിൽക്ക്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നല്ല രീതിയിലുള്ള ഡോസ് എന്തായാലും കൊടുക്കുന്നുണ്ട്, അത് ഉറപ്പാ. അങ്ങനെ പറഞ്ഞ അതൊന്ന് സോൾവ് ആക്കണം. പക്ഷെ സച്ചിയോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് അച്ഛൻ. നീ എന്താ റൗഡിയാണോ? ഏ മോനെ സച്ചി, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാടാ ശരിയാവുക അച്ഛന്?